മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണീശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും നിങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 44 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള 3 ഉപമകള് ഈശോനാഥൻ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ഉപമ, വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തുന്നവൻ അത് മറച്ചുവെക്കുകയും പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയല് സ്വന്തമാക്കുകയും ചെയ്യുന്നു. സ്വർഗരാജ്യം വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിക്ക് തുല്യമാണ് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. സ്വർഗരാജ്യത്തിന്റെ മൂല്യം എത്ര വലുതെന്നാണ് ഈ തിരുവചന ഭാഗത്തിലൂടെ ഈശോനാഥൻ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത്തെക്കാളും വലുതാണ് സ്വർഗരാജ്യം എന്നത് നമ്മൾ ആരും മറന്നുപോകരുത്. അതുകൊണ്ട് ഈ ഭൂമിയിലെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്ത് കൂട്ടുന്നവരായിട്ട് നമ്മൾ മാറരുത്. കാരണം ഇതിനേക്കാളും വലുതായിട്ടുള്ള സൗഭാഗ്യം നമ്മുടെ മുൻപിൽ ദൈവം വെച്ച് നീട്ടുന്നുണ്ട്. ആ സൗഭാഗ്യം വെച്ച് നീട്ടുന്നതിന് വേണ്ടി ഈ ഭൂമിയിലെ ജീവിതം നമ്മൾ ഓരോരുത്തരും ക്ഷണികമായിട്ട് കണ്ട് ഇവിടെ നല്ല ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഭൂമിക്കല്ല വില നൽകേണ്ടത്, സ്വർഗത്തിന് വില നൽകണമെന്ന് തിരുവചനത്തിലൂടെ ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട്, മൂല്യമുള്ള ഒരു രത്നത്തോട് ഈശോനാഥൻ സ്വർഗരാജ്യത്തെ ഉപമിക്കുകയാണ്. ആ രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റത് സ്വന്തമാക്കുക. ചിലതൊക്കെ ജീവിതത്തിൽ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കണമെന്നാണ് ഈശോനാഥൻ പഠിപ്പിക്കുന്നത്. സ്വർഗരാജ്യത്തിന് നീ വലിയ വില നൽകുമ്പോൾ നിന്റെ ജീവിതത്തിൽ ചിലതെല്ലാം ഉപേക്ഷിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. അവൻ ഉള്ളതെല്ലാം വിറ്റപ്പോഴാണ് രത്നം നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. നിന്റെ ജീവിതത്തിലും ഇതുപോലെ നിനക്കുണ്ടെന്ന് നീ കരുതുന്നത് അത് നിന്റെ ജീവിതത്തിന്റെ ചില സുഖങ്ങളായിരിക്കാം, ചില വളർച്ചയായിരിക്കാം, ഉയർച്ചയായിരിക്കാം, സൗഭാഗ്യങ്ങളായിരിക്കാം. അതിനെല്ലാം ത്യജിച്ചുകൊണ്ട് ഈശോയുടെ പിന്നാലെ സഹനത്തിന്റെ, കഷ്ടതയുടെ, സ്നേഹത്തിന്റെ, നന്മയുടെ, വിശുദ്ധിയുടെ വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട് നീ തയ്യാറായാൽ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഉപമയിലൂടെ ഈശോനാഥൻ പഠിപ്പിക്കുകയാണ്. ഒരുവൻ മത്സ്യങ്ങൾ നേടാൻ കടലിലേക്ക് വലയെറിഞ്ഞു. ആ വലയിൽ ധാരാളം മത്സ്യങ്ങൾ ഉൾപ്പെട്ടു. അത് മുഴുവനും വലിച്ചു കയറ്റിയിട്ട് അതിൽ നല്ലത് മാത്രം തിരഞ്ഞെടുക്കുന്നതിന് തുല്യമാണ് സ്വർഗരാജ്യമെന്ന്. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം നന്മയുള്ളതായിരിക്കണം. ഈ ഭൂമിയിൽ നിന്നെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കയറ്റരുത്. ഇതിൽ നിന്ന് മോശമായതിനെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ജീവിതത്തിൽ നിന്ന് ചിലതൊക്കെ അകറ്റുമ്പോൾ മാത്രമേ, മോശമായതിനെല്ലാം ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുമ്പോൾ മാത്രമേ അമൂല്യമായ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ 3 ഉപമയിലൂടെ 3 കാര്യങ്ങൾ ഈശോ പഠിപ്പിക്കുക. 1, സ്വർഗരാജ്യത്തിന് വലിയ വില നീ നൽകണമെന്ന്. 2, നിനക്കുള്ളതെല്ലാം നീ ഉപേക്ഷിക്കണം. നിന്റെ സ്വന്തം എന്ന് കരുതുന്നതിനെയൊക്കെ മാറ്റിവെച്ചാലേ വലിയ മൂല്യമുള്ള സ്വർഗരാജ്യം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. 3, നിന്റെ ജീവിതത്തിൽ തിന്മയായതിനെല്ലാം ഉപേക്ഷിക്കാനായിട്ടും മോശമായതിനെല്ലാം എടുത്തു കളയാനായിട്ടും നിനക്ക് സാധിക്കണം. അപ്പോൾ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഭൂമിയിലെ ജീവിതവും അനുഗ്രഹദായകമായിരിക്കും. കരങ്ങൾ യാചനയോടെ പിടിച്ച് നിന്റെ ജീവിതത്തെയും ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും, പ്രത്യേകിച്ച് ഇന്നത്തെ അധ്വാനങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ വഴികളിലേക്ക്, ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെന്നിവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ തിന്മകളും മാറിപ്പോട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.